രണ്ട് പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ദി. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതൊക്കെ. ഇവിടെ അപ്പസ്തോലൻ പ്രവചനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ആധികാരികതയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പുതിയ നിയമ വിശുദ്ധന്മാരെ ഉറപ്പിക്കുന്നതിനായി പഴയ നിയമ തിരുവെഴുത്തുകളിലെല്ലാം പ്രത്യക്ഷമായ നിവൃത്തികളാണ് പുതിയ നിയമങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കർത്താവ് ഇവിടെ വന്നപ്പോൾ ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കണമെന്നുള്ള ആഹ്വാനമാണ്. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിലെ പ്രവചനമൊന്നും മനുഷ്യൻ്റെ ഇഷ്ടം പോലെയുള്ള പ്രവചനങ്ങളല്ല എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പ്രവചനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. താൽക്കാലികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം ഹൃദയത്തിലെ ആലോചനകളും നിരൂപണങ്ങളും പ്രവചനമാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവാചകന്മാർ ഇന്നുണ്ട്. അതുപോലെയുള്ള പ്രവചനമല്ല ഇവിടെ അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നു. ഈ ഭൂമിയിൽ യേശുക്രിസ്തു മുഖാന്തരം നടക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പ്രവാചകന്മാർ വഴി സംസാരിക്കുന്നതാണ് യഥാർത്ഥമായ പ്രവചനം. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ദൈവനിർണയപ്രകാരമുള്ളതായിരിക്കുമെന്നാണ്, സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഇന്ന് വേദപുസ്തകത്തെ വെല്ലുവിളിക്കുന്ന അനേക ഉപദേഷ്ടാക്കന്മാർ, സംഘടനകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം വേദപുസ്തകത്തിൻ്റെ ശത്രുക്കളായിത്തീരുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഈ പ്രവചനങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം കൃത്യമായ ലക്ഷ്യത്തിനു വേണ്ടി കൃത്യസമയത്ത് നിറവേറിയെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യകത നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. ഇവിടെ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൽ നിന്ന് വേറിട്ട് മറ്റൊരു വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. ദൈവം കൽപ്പിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വ്യാപാരം
മനുഷ്യരുടെ മനസ്സിൽ വ്യാപരിച്ചിട്ട് അവർ എഴുതിയിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യതയും വ്യക്തവുമായ ആശയങ്ങളും അറിവും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചനങ്ങളെ കരുതണം. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ദിവസത്തിൻ്റെ രണ്ട് ഭാഗമാണ്, സന്ധ്യയും പകലും. സന്ധ്യയായി ഉഷസ്സുമായി എന്ന വേദപുസ്തകത്തിൻ്റെ രചനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കാണ്. സന്ധ്യ ഉഷസ് എന്നാണ്. ആ വ്യവസ്ഥ തന്നെയാണ് ഇവിടെയും. നേരം വെളുക്കുകയും, അപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നേരം വെളുക്കുന്നത് എപ്പോഴാണ്? ഉദയനക്ഷത്രം ഉദിക്കുക ചെയ്യുമ്പോഴാണ്. അത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ ഈ പ്രവചനങ്ങളെ കുറിച്ചുള്ള നിർണയവും അതിൻ്റെ നിവൃത്തിയും കണ്ടുകൊണ്ട് നമ്മൾ നിലനിൽക്കണമെന്നാണ്. ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ കുറിച്ചുള്ള അറിവില്ലാതെ ആളുകൾ അന്ധതയിൽ കഴിയുകയാണ്. ഈ അന്ധതയിൽ കഴിയുന്ന ആളുകൾ ഇരുട്ടിലാണ്. അവർക്ക് പ്രകാശം ലഭിക്കാൻ ദൈവത്തിൻ്റെ ഈ പ്രവചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അവരും പ്രകാശിതരാകും. അപ്പോൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചനങ്ങളെ കരുതിക്കൊള്ളണമെന്ന്. ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാം വരവിൽ മുഴുവൻ മനുഷ്യരാശിയെയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമായിട്ട് ദൈവം മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ്. കാരണം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ ഇരുളിൻ്റെ അധികാരിയായ പിശാചിനെ ബന്ധിക്കുകയും വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുകയും ചെയ്യും. വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അത് ലോകം മുഴുവൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ക്രിസ്തുയേശു മുഖാന്തരമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയായിത്തീരും. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.